ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ ദോശയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഈ ചെറുപയർ ദോശ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് മാവ് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചെറുപയർ, 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പച്ചരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഓവർനൈറ്റ് ഒന്ന് കുതിർത്തിയെടുക്കണം. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർത്തിയെടുക്കണം കേട്ടോ. ചെറുപയറും അരിയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിന് മുന്നേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാനുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സബോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കുറച്ച് കുരുമുളക് പൊടി. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്, എരിവിനൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ ജീരകം എല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ആവണ്ട കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അധികം വെള്ളമായാൽ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, ക്രിസ്പി ആവുകയും ചെയ്യില്ല. ഇത് നമുക്ക് അപ്പം തന്നെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. കണ്ടോ, നമ്മൾ സാധാ അരിയും ഉഴുന്നും ഇട്ടിട്ടുള്ള ദോശയുടെ അതേ ഒരു തന്നെയാണ് കിട്ടുന്നത്, ടെക്സ്ചർ തന്നെയാണ് കിട്ടുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും കേട്ടോ. പക്ഷെ അപ്പം തന്നെ കഴിക്കണം എന്ന് മാത്രം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. പ്രോട്ടീന് ഒക്കെ അധികമുള്ള ഒരു ദോശയാണ് ഈ ചെറുപയർ ദോശ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഒരു ദിവസമെങ്കിലും, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. തലേദിവസം അരക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് അന്ന് തന്നെ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കി എടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ ചുട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക്